പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് 2 കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കിളിർത്ത ഉരുളക്കിഴങ്ങുകളാണ്. വീട്ടാവശ്യത്തിന് വാങ്ങിയ ഉരുളക്കിഴങ്ങിൻ്റെ ബാക്കി വന്ന ഉരുളക്കിഴങ്ങുകളാണ്. ഇത് നമ്മൾ നടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് 2 കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 വലിയ ചെടിച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് നടാനായിട്ട്. അതിനായിട്ട് നമുക്കിത് മണ്ണിൽ വേണമെങ്കിലും നടാവുന്നതാണ്. എങ്കിലും ഞാനിവിടെ ചെടിച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അടിവളം ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കരിയിലയാണ്, ഉണക്ക കരിയില. അതുപോലെ തന്നെ കുറച്ച് പുല്ലുകളൊക്കെയാണ് നമ്മൾ അടിവളമായിട്ട് ചെയ്യുന്നത്. ഈയിടെയായിട്ട് തൊഴിലുറപ്പുകാരുള്ള സമയത്ത് പുല്ലൊക്കെ വെട്ടിക്കൂട്ടിയിരുന്നു. അപ്പോൾ അന്ന് ഇതെല്ലാം കൂടി നമ്മളൊരു സൈഡിലായിട്ട് കൂട്ടിയിരുന്നു കത്തിക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് കുറച്ച് അടിവളമായിട്ട് നമ്മൾ കരിയിലയും അതുപോലെ തന്നെ പച്ചപ്പുല്ലും എല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ ഒരു ചെടിച്ചട്ടിയുടെ ഒരു അരഭാഗം വീതം ഇതിനകത്ത് എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടെ മിക്സിങ് ആക്കിയ വളമാണ്. ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു പുഴുവിനെ കാണാം. ഈ പുഴുവിനെ ഇവിടെ കുണ്ടളപ്പുഴു എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചാണകത്തിലൊക്കെ ഇങ്ങനെ കാണാറൊക്കെ ഉണ്ട്. ഈ പുഴു എല്ലാ വളത്തിലും മിക്ക വളങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളം എടുത്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളതെടുത്ത് കളഞ്ഞിട്ടാണ് ഈ വളം 2 ചട്ടിയിലും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത ആ പാത്രത്തിന് 2 പാത്രം മണ്ണാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കല്ലൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം പിന്നീട് നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ താഴ്ത്തി വെച്ച ശേഷം നമുക്ക് ആ കിളിർപ്പ് വന്നതിൻ്റെ മുകളിലൊന്നും മണ്ണിടണ്ട, അല്ലാതെ സൈഡിലൊക്കെ ആയിട്ട് മണ്ണ് ചേർത്തിട്ട് കൊടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് കുറച്ച് വെള്ളം എടുത്ത് കുടഞ്ഞൊഴിച്ച് കൊടുക്കുക. വലിയ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുത്തി ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളത് കൈകൊണ്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ച് എല്ലാ ഭാഗവും ഒന്ന് നനച്ച് കൊടുക്കുക. ഇപ്പോൾ ചൂടൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരു ചെറിയ വെയിലും ചെറിയ തണുത്ത ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. പിന്നെ നമുക്കിത് എടുത്തു മാറ്റുന്നതിന് വലിയ വെയിറ്റൊന്നുമില്ല. നമ്മളിപ്പോൾ അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് കരിയില ആയതുകൊണ്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് വലിയ വെയിലില്ലാത്തൊരു സ്ഥലത്താണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അതിന് ശേഷം ഇതുപോലെ അങ്ങ് നനച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.